നമസ്കാരം. നാടിന്റെ നാവുന്നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തുവസി. സത്യത്തിൽ വളരെ ദുഃഖകരമായ വാർത്തയാണ്. കാരണം രാജ്യത്ത്, നമ്മുടെ നാട്ടില് മാലിന്യം ഇടുന്നതിനൊരു മര്യാദയില്ല. പക്ഷെ അതിനെ നിയന്ത്രിക്കാൻ ഒട്ടി അധികാരികൾ കഴിയാത്തത്, എനിക്ക് തോന്നുന്നു കഴിയാത്തതാണോ അവർ നടപടിയെടുക്കാത്തതാണോ സംശയമുണ്ട്. കാരണം നമ്മുടെ വീടുകളിൽ ഹരിതകർമ്മസേന വരുമ്പം കൃത്യമായിട്ട് നമ്മൾ വളരെ പ്ലാസ്റ്റിക് കുറച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അത് നടപടിയൊക്കെ എടുക്കാൻ നിയമം കൊണ്ടുവരുന്നു. കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കാശ് കൊടുക്കണം എന്ന് പറയുന്നു. ഇത്രയും കർശനമായിട്ട് ചെയ്യുന്ന ഈ ഗവൺമെന്റ് ഈ നാടിലാകെ മാലിന്യം നിറയുകയാണ്. ഇപ്പം ഇടക്കര നഗർ അതിൻ്റെ ഒരു കുറച്ച് സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്. അതെന്താണെന്ന് നാട്ടുകാർക്ക് പറഞ്ഞുകൂടാ, ആർക്കും പറഞ്ഞുകൂടാ. അവിടെ ഏതാണ്ടൊക്കെ നടക്കുന്നു എന്ന് പറയുന്നതല്ലാതെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊന്നും അതിൽ പ്രതികരിക്കുന്നില്ല. ഒരു കുത്തക മുതലാളി അത് കൈവച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിന് മുഴുവൻ ദുരിതം അനുഭവിക്കുന്ന പ്രദേശവാസികളാണ്. അവരുടെ കോമ്പൗണ്ടിലേക്ക് ഈ മാലിന്യം വളരെ വലുതായിട്ട് തള്ളുന്നു. ഇന്ന് ഞാൻ നാട്ടുവട്ടം ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച വളരെ ഭീകരമാണ്. കാരണം വലിയ പ്ലാസ്റ്റിക് കവറുകളിലാക്കിയിട്ടുള്ള എല്ലാത്തരം വേസ്റ്റുകളും, പിന്നെ മാംസ വേസ്റ്റുകൾ, ഫുഡിന്റെ വേസ്റ്റുകൾ, ഇതെല്ലാം കൂടി കൊണ്ടിട്ട് കത്തിക്കുകയാണ്. ഈ നീര് കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ ഒരു 11 മണിക്ക് 10 മണിക്ക് അവിടെ ചെല്ലുമ്പോൾ പോലും ഇതാണ് അവസ്ഥ. ഇതിന് നടപടി എടുക്കാൻ ആളില്ല. പഞ്ചായത്തിനോട് പറയുമ്പോൾ കൈമലർത്തുന്നു, പോലീസിനോട് പറയുമ്പോൾ കൈമലർത്തുന്നു. ഈ അലിൻഡിന്റെ ഇപ്പോഴത്തെ ഇവിടുത്തെ അതിന്റെ പിന്നെ നോട്ടക്കാരെന്ന് പറയുന്നവരോട് പറയുമ്പോൾ കൈമലർത്തുന്നു. വളരെ ദയനീയമാണ്. ആരോട് പോയി പറയും? മറ്റൊരു സ്ഥലത്ത് നമ്മുടെ മനസ്സിന്റെ മാലിന്യം അകറ്റാൻ ലൈബ്രറി കൗൺസിൽ പോലുള്ള പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ഭഗീരഥ പ്രയത്നം. 2 ചിത്രങ്ങളാണ് ഇന്ന് ഞങ്ങൾ വാർത്തയിൽ കൊടുക്കുന്നത്. നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 7,540 രൂപ, പവന് 60,320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കുണ്ടറ. നാളെ ജനുവരി 28 ലാലാ ലജ്പത് റായ് ജന്മദിനമാണ്. ഡേറ്റ പ്രൈവസി ഡേ ആണ്. എൻ്റെ ദേഹത്തേൽപ്പിക്കുന്ന ഓരോ അടിയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ശവപ്പെട്ടിക്കുമേൽ അടിച്ചു കയറ്റുന്ന ആണികളാണെന്ന് ലാത്തിയടിയേറ്റ് വീഴുമ്പോൾ വിളിച്ചു പറഞ്ഞ പഞ്ചാബ് സിംഹത്തിൻ്റെ ലാലാ ലജ്പത് റായുടെ ജന്മദിനമാണ് ഇന്ന്, ജനുവരി 28. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് ആവേശപൂർവ്വം തിരിഞ്ഞു നോക്കാനും നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നേടിത്തന്നവരെ നന്ദിയോടെ ഓർക്കാനും ഒരു ദിവസം. ലുധിയാന ജില്ലയിലെ ഒരു ഉറുദു അധ്യാപകനായിരുന്ന ലാലാ രാധാകൃഷ്ണ ലാലിൻ്റെ മകനായി 1865 ജനുവരി 28 അദ്ദേഹം ജനിച്ചു. 20ാമത്തെ വയസ്സിൽ നിയമപരീക്ഷ പാസ്സായി. ഹസാറിലും ലാഹോറിലും വക്കീലായി പ്രാക്ടീസ് ചെയ്തു. വക്കീൽ പണിക്കൊപ്പം പൊതുകാര്യങ്ങളിലും ഇടപെട്ടു തുടങ്ങി. 1888 കോൺഗ്രസിൽ പ്രവർത്തിച്ചു തുടങ്ങി. ആര്യസമാജ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത് അദ്ദേഹത്തെ പൊതുരംഗത്ത് കൂടുതൽ സജീവമാകാൻ കാരണമായി. ആര്യസമാജത്തിൽ വിദ്യാഭ്യാസ സരണിയിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിച്ചത്. പല വിദ്യാലയങ്ങൾക്കും പുറമെ ലാഹോറിലെ ദയാനന്ദ് ആംഗ്ലോ വേദിക് കോളേജും ഹരിദ്വാറിലെ ഗുരുകുലവും റായിയുടെ സഹപ്രവർത്തകരുടെയും ശ്രമഫലമായി സ്ഥാപിതമായി. 1890കളിൽ പഞ്ചാബിനെ ക്ഷാമം പിടിച്ചുലച്ചപ്പോൾ റായ് നടത്തിയ ആശ്വാസ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ ബഹുമാന്യനും പ്രശസ്തനുമാക്കി. 1905 ബംഗാൾ വിഭജന പ്രക്ഷോഭത്തിൽ സുരേന്ദ്രനാഥ് ബാനർജി, ബിപിൻ ചന്ദ്രപാൽ, അരവിന്ദ ഘോഷ് എന്നിവർക്കൊപ്പം മുൻനിര പോരാളിയായി. ഹർജികൾ എഴുതി സമർപ്പിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയെ സമരവീര്യമുള്ള ഒരു പാർട്ടിയാക്കി ഉയർത്താൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു. 1905 യൂണിവേഴ്സിറ്റി കമ്മീഷൻ മുമ്പാകെ മൊഴി കൊടുക്കാൻ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി. അവിടെ നടത്തിയ പ്രസംഗങ്ങൾ ഇംഗ്ലീഷുകാരിലും മതിപ്പുളവാക്കി. ഇംഗ്ലണ്ടിൽ നിന്ന് അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി. അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം മനസ്സിലാക്കുകയായിരുന്നു ലക്ഷ്യം. ബംഗാളിൽ ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനം രാജ്യവ്യാപകമായ വിപ്ലവ പരിപാടിയാക്കാൻ അദ്ദേഹം മുൻനിരയിൽ നിന്നു. ഇതിൽ അമർഷം പൂണ്ട ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ബർമയിലേക്ക് നാടുകടത്തി. 1920 കൽക്കത്തയിൽ നടന്ന വിശേഷാൽ കോൺഗ്രസ് സമ്മേളനത്തിൽ അദ്ദേഹത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളികളിൽ ഒരാളായതിന് അദ്ദേഹത്തെ 1921 അറസ്റ്റ് ചെയ്തു. ജയിൽ മോചിതനായ അദ്ദേഹം 1923 മോത്തിലാൽ നെഹ്റുവും മറ്റും ചേർന്ന് രൂപീകരിച്ച സ്വരാജ് പാർട്ടിയിൽ ചേർന്നു.
മോത്തിലാലിനോടും മറ്റുമുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ നേതൃത്വം ഏറ്റെടുത്തു. അപ്പോഴും കോൺഗ്രസ് അംഗത്വം അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നില്ല. 1928 സൈമൺ കമ്മീഷൻ ബഹിഷ്കരണ സമരത്തിൽ മുൻനിരക്കാരനായിരുന്നു. 1928 ഒക്ടോബർ 30 അദ്ദേഹം ലാഹോർ കരിങ്കൊടി പ്രകടനം നയിച്ചു. പോലീസ് ക്രൂരമായി ലാത്തിചാർജ് ചെയ്തു. അടിയേറ്റ് നിലത്തു വീണ അദ്ദേഹത്തിന്റെ പ്രതികരണം പിന്നീട് ചരിത്ര രേഖയായി. എന്റെ ദേഹത്ത് അടിച്ച ഓരോ അടിയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ശവപ്പെട്ടിയിലടിച്ച ആണികളാണ്. ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി നിലകൊണ്ട നേതാവായിരുന്നു അദ്ദേഹം. വന്ദേമാതരം എന്ന ഉറുദു പത്രവും പീപ്പിൾ എന്ന ഇംഗ്ലീഷ് പത്രവും അദ്ദേഹം നടത്തിയിരുന്നു. ഗോഖലെയുടെ ഭാരത് സേവാ സംഘത്തിന്റെ മാതൃകയിൽ ലജ്പത്റായി സ്ഥാപിച്ചതാണ് ജനസേവാ സംഘം. അലിൻഡ് ഫാക്ടറി വളപ്പിൽ മാലിന്യ കൂമ്പാരം പ്ലാസ്റ്റിക് ഉൾപ്പെടെ കത്തിക്കുന്നു. അലിൻഡ് ഫാക്ടറിയുടെ ഭാഗമായ FACT ക്വാർട്ടേഴ്സ് വളപ്പിൽ വൻതോതിൽ മാലിന്യം തള്ളുന്നു. പ്ലാസ്റ്റിക് കവറുകളിലാക്കി പൂണകൂടെ കിടക്കുന്ന മാലിന്യം കത്തിക്കുന്നത് പ്രദേശവാസികൾക്ക് വലിയ രോഗഭീഷണി ഉയർത്തുകയാണ്. പേരയം പഞ്ചായത്തിന്റെ പരിധിയിലുള്ള പ്രദേശമാണ് മാലിന്യം തള്ളുന്നത്. 150-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഇടക്കര നഗറിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്താണ് മാലിന്യ കൂമ്പാരം. മാലിന്യം നിക്ഷേപിച്ച സ്ഥലത്തിനോട് ചേർന്ന് ഏക്കർ കണക്കിന് ഭൂമിയാണ് കാട് കയറി കിടക്കുന്നത്. ഇവിടം ലഹരി വസ്തുക്കളുടെ സൂക്ഷിപ്പ് സ്ഥലവും കൈമാറ്റ കേന്ദ്രവുമാണെന്ന് നാട്ടുകാർ പറയുന്നു. സാമൂഹ്യ വിരുദ്ധ ശല്യവും ചില്ലറയല്ല. മാലിന്യത്തിന് തീയിടുമ്പോൾ അതിൽ നിന്ന് സമീപത്തുള്ള കുറ്റിക്കാടുകളിലേക്ക് കൂടി തീ പടരുകയും ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കുകയും ചെയ്ത സംഭവങ്ങൾ നിരവധിയുണ്ട്. അലിൻഡിന്റെ പ്രദേശത്തെ നടത്തിപ്പുകാരോടും പഞ്ചായത്ത് അധികൃതരോടും നിരവധി തവണ പരാതികൾ പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ഇടക്കര നഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ അഡ്വക്കേറ്റ് വിമല ജർമ്യാസ്, A. ശിവരാജൻ, T. പയസ്, സാബിൻ വിക്ടർ എന്നിവർ പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഇത് എടക്കര നഗർ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. നമ്മുടെ കുണ്ടറയിൽ 120 കുടുംബങ്ങളോളം ഞങ്ങളിവിടെ താമസിക്കുന്നുണ്ട്. ഇത് വർഷങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പല ഭരണകർത്താക്കളെ, അതായത് ത്രിതല പഞ്ചായത്തിൽ നമ്മൾ ജില്ലാ പഞ്ചായത്തിൽ മാത്രമേ ഉള്ളൂ കൊടുക്കാത്തത്. ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങൾ ആദ്യം പറഞ്ഞോട്ടെ 2 പഞ്ചായത്തുകളുടെ ഒരു റോഡാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഞങ്ങൾക്ക് വലതുവശത്ത് കാണുന്നത് കുണ്ട്ര പഞ്ചായത്തും ഇടതുവശത്ത് കാണുന്നത് പേരയം ഗ്രാമപഞ്ചായത്തുമാണ്. അപ്പോൾ ഈ 2 ഗ്രാമപഞ്ചായത്തുകളെ ഞങ്ങൾ സ്ഥിരം സമീപിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളെന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം വേസ്റ്റാണ്. വേസ്റ്റ് കമ്മിറ്റ് ചെയ്തിടുക. എവിടുന്നൊക്കെയോ വേസ്റ്റുകൾ കൊണ്ടുവരുന്നു. പിന്നെ ഫുഡ് വേസ്റ്റ് മാത്രമല്ല, കക്കൂസ് മാലിന്യം പോലും കൊണ്ടുവന്ന് ഒഴിച്ച് അത് ഒരു വലിയൊരു ഇഷ്യൂ ആയ ഒരു പ്രശ്നം കൂടെയാണ്. ഇവിടെയായിരുന്നു കൊണ്ടുവന്ന് ഒഴിച്ചുകൊണ്ടിരുന്നത്. അവസാനം ഞങ്ങളത് കൈയോടെ പിടിച്ച് കാര്യങ്ങളൊക്കെ നീക്കി. ഇപ്പോൾ ഏതായാലും അതും വരുന്നില്ല. പക്ഷേ ഇവിടെ വരുന്നുണ്ട്, ഫുഡ് വേസ്റ്റ് കംപ്ലീറ്റ് വരുന്നുണ്ട്. ഫുഡ് വേസ്റ്റ് മാത്രമല്ല, മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണമല്ലോ. കോഴി വേസ്റ്റും ഉൾപ്പെടെ ഉള്ള മൃഗങ്ങളുടെ വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഇതിനകത്ത് തള്ളുമ്പോൾ ആ പച്ച ഇതുള്ളതും സ്മെല്ല് ഭയങ്കരമാണ്, അത് ശക്തമാണ്. കൂടാതെ ഈ വേസ്റ്റിൻ്റെ പ്ലാസ്റ്റിക് ഐറ്റം ഇപ്പോഴും നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഇവിടെ കയറി എടുത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോഴും ചെറുതായിട്ട് കത്തിക്കൊണ്ടിരിക്കുക. ഈ കൊണ്ടുവന്നിരുന്നവർ പെട്രോളോ ഡീസലോ കൊണ്ടുവന്ന് ഒഴിച്ചു ഒന്ന് ഇട്ടിട്ട് പോകും. ഈ പ്ലാസ്റ്റിക് നമുക്ക് സർക്കാർ പോലും ഇപ്പോൾ ബോധവൽക്കരണം തരുന്നുണ്ട്. ഒരു പ്ലാസ്റ്റിക് പോലെ, അതിനാണല്ലോ ഹരിതകർമ്മസേനക്കാരെ ഇട്ടിരിക്കുന്നത്. ഓരോ വീടും 50 രൂപ കൊടുത്ത് നമ്മുടെ ഈ കരയിൽ എത്ര വീടുകളിൽ 50 രൂപ കൊടുത്താണ് ഞങ്ങൾ ഈ ഫുഡ് കൊണ്ടുവരുന്നത്, അല്ല സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന പ്ലാസ്റ്റിക് ഐറ്റംസ് ആയാലും എല്ലാം കൊടുത്ത് കുപ്പി ഐറ്റം എല്ലാം കൊടുക്കുക. പക്ഷേ പുറത്തുനിന്ന് ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് കത്തിക്കുക. തൊട്ട് അപ്പുറത്തോട്ടൊരു 3, 4, 5 വീടുകളുണ്ട്. അവരുടെ മൂക്കിലോട്ടാണ് ഈ പുക ചെന്ന് പെടുന്നത്. ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഞങ്ങൾ ശ്വസിച്ചിട്ട് പോവുക. അപ്പം ഞങ്ങളെല്ലാം നിരന്തരം രോഗികളായിട്ട് മാറുന്ന ഒരവസ്ഥ. ഞങ്ങൾക്ക് ഇത് പറഞ്ഞു മടുത്തു. ഞങ്ങളിത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്തുകളിൽ ബന്ധപ്പെട്ടു, ബ്ലോക്ക് തലത്തിൽ ബന്ധപ്പെട്ടു. ബ്ലോക്ക് തലത്തിൽ പറയുമ്പോൾ പഞ്ചായത്ത് തലത്തിൽ പോകാൻ പറയും, പഞ്ചായത്ത് തലത്തിൽ പറയുമ്പോൾ പറയും. അവരെല്ലാം ഇങ്ങനെ കൈമലർത്തി നിൽക്കുന്ന ഞങ്ങളെ നിസ്സഹായരാക്കി ഒന്നും അല്ലാതെ ഇട്ടേക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. പിന്നെ കൂടാതെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മൾ അലിൻഡ് ഫാക്ടറി ഇപ്പോൾ കുറച്ച് യൂണിറ്റ് നടക്കുന്നുണ്ടെന്ന് പറയുന്നു. എന്താണ് അകത്ത് നടക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. സർക്കാർ എന്താണ് ചെയ്തിരിക്കുന്നതെന്നും അറിയത്തില്ല. അവർ പറഞ്ഞതനുസരിച്ച് പറഞ്ഞാൽ അവർക്കൊരു ചെറിയ ഒരു യൂണിറ്റ് മാത്രമേ അവിടെ പ്രവർത്തിക്കുന്നുള്ളൂ. അവർക്ക് വലിയ വരുമാനമില്ല.
ജോലിക്കാർക്ക് പോലും ഇപ്പോൾ ശമ്പളം കൊടുക്കാനായിട്ട് തികയുന്നില്ല. അവരും കടത്തിൻ്റെ പക്കത്ത് നിൽക്കുകയാണ്, എപ്പോഴാണ് അവർ ഇട്ടുകൊണ്ട് പോകുന്നത്. പക്ഷേ ഇതിനകത്ത് കിടന്ന കോടാനുകോടി ആസ്തികൾ, അതായത് മിഷനറികൾ കംപ്ലീറ്റ് കൊണ്ടുപോയി. ആര് കൊണ്ടുപോയി, എപ്പോൾ കൊണ്ടുപോയി, എന്തുവാണെന്നൊന്നും നമുക്കറിയത്തില്ല. മരങ്ങൾ മുറിച്ച് കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞാൽ അതിനകത്ത് മിഷനറി കടത്തി എന്നുള്ളതാണ് ഇവിടെ നിരന്തരം ഒരു പറച്ചിലുള്ളത്. കാരണം ഒരുപാട് തടയലും പിടികളും ഒക്കെ നടന്നു. എല്ലാം അവർ വിചാരിച്ചോണം കാര്യങ്ങളെല്ലാം നീക്കി ഒരു ചെറിയ യൂണിറ്റ് മാത്രം നടക്കുന്നുണ്ടെന്നവ. അപ്പം ഞങ്ങൾ പിന്നെ ഒരു കാര്യം പറഞ്ഞു, ഈ നമുക്കിപ്പം അലിൻഡിന് വേണ്ടി, അതായത് ഇത് മുൻകാലങ്ങളിൽ പോയ ഇത് 56 ഏക്കറാണ് ഞങ്ങളുടെ പൂർവികരുടെ, ഞങ്ങളുടെ സ്വത്തുക്കളാണ് ഈ 56 ഏക്കർ ഇവർ മേടിച്ചത്. അന്ന് പാവത്തുങ്ങളായിട്ടുള്ള ആൾക്കാർ, അറിയാമല്ലോ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ആൾക്കാരെ പറഞ്ഞു, നിങ്ങൾക്ക് ജോലി തരാം, നിങ്ങൾക്ക് 2 വഴി തരാം, പള്ളിയിലോട്ട് പോകാൻ എളുപ്പം വഴി തരാം, നിങ്ങൾക്ക് മുക്കട ജംഗ്ഷനിലേക്ക് പോകാൻ നല്ലൊരു വഴി തരാം, വാഹനം കയറാൻ വഴി തരാം, നടന്നു പോകാൻ വഴി തരാം, കൂടാതെ തന്നെ ഇവിടെയുള്ള ആളുകൾക്കെല്ലാം കുളിച്ച് നനച്ച് വൃത്തിയായി നടക്കാൻ ഒരു കിണറും തരാം. ഞങ്ങളുടെ ആൾക്കാർക്ക് അത് മതിയായിരുന്നു. അവരന്ന് വരും തലമുറകൾ എത്രത്തോളം ഇതിന് ത്യാഗം സഹിക്കണമെന്നുള്ള കാര്യങ്ങൾ അവർ മറന്നുപോയി. അവർക്ക് പറഞ്ഞു കൊടുക്കാനും ആരുമില്ലായിരുന്നു. കാരണം ഞാനിത് പറയാൻ കാര്യം, ഞങ്ങൾക്ക് ഫ്രണ്ടേജ് പോയി, റോഡുമായിട്ട് ഞങ്ങൾക്കൊരു ടച്ചുമില്ല. ഇവിടെ ഈ വഴി, ഒരു വഴി ഞാൻ കാണിക്കുന്ന ഈ വഴി, ഇതേപോലെ തൊട്ടപ്പുറത്തും ഒരു വഴിയുണ്ട്. ഇതിനിടയ്ക്കൂടെ സന്ധ്യ കഴിഞ്ഞാൽ, ഒരു 6 മണി കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ പോലും ഒരു 7:30 ഇവിടെ വന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. എൻ്റെ അടുത്ത് വെച്ച് വക്കീലിനെ അങ്ങോട്ട് വീട്ടിലോട്ടാക്കട്ടോ പറഞ്ഞു. വേണ്ട, ഞാൻ ജനിച്ച് വളർന്ന നാടല്ലേ, ഇപ്പം ചെന്നാൽ ചിലപ്പോൾ 1-2 വേസ്റ്റുകാരെ പിടിക്കാം, ഞാൻ പതുക്കെ നടക്കാം. അപ്പം ഉള്ളിൽ ഒരു ഭയമുണ്ട്. കാരണം ഇവിടെ എല്ലാം ഈ മതിലുകളെല്ലാം വെട്ടിപ്പൊളിച്ചിട്ടേക്കുക, വെട്ടിപ്പൊളിച്ചെന്നല്ല, പൊളിഞ്ഞു കിടക്കുക. അകത്തുള്ള കെട്ടിടങ്ങളെല്ലാം പൊളിഞ്ഞു കിടക്കുക. ആരെങ്കിലും ക്ലോറോഫാം മണപ്പിച്ച് എടുത്തിട്ട് പോയാൽ ഒരു ലോകരും അറിയത്തില്ല. അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. മുമ്പൊക്കെ തന്നെ അമ്മമാർ വന്നാണ് മക്കൾ കോളേജിൽ പോകുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത്. കൊണ്ടുവന്നാക്കും, കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങൾ നിരന്തരം വളരെയേറെ ത്യാഗം സഹിക്കുന്ന ഒരു കൂട്ടരാണ്. ഞങ്ങൾക്ക് ഈ 120 വീട്ടുകാരുള്ളവർക്ക് 1 സെൻറ്റ് വിറ്റിട്ട്, അല്ലെ ഉള്ള 5 സെൻറ്റ് വിറ്റിട്ട് പുറത്തോട്ട് പോയൊന്ന് വാങ്ങിക്കാമെന്ന് വെച്ചാൽ ആരും ഇതെടുക്കാനില്ല, വിലയില്ല. ആരും ഇങ്ങോട്ട് കയറാൻ മനസ്സില്ല. ഇടക്കരയെന്ന് കേൾക്കുമ്പോഴേ ആളുകൾ തലകുനിക്കുക. ഒരുപാട് വീടുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അതുപോലെ തന്നെ ജോലിയുള്ള ഞങ്ങളുടെ യുവക്കന്മാർ, ഇപ്പം സർക്കാർ ജോലിയൊക്കെ കിട്ടിയൊരു സ്വന്തം വീട് പൂട്ടിയിട്ടിട്ട് അവർ പുറത്തു പോയി വാടകയ്ക്ക് താമസിക്കുന്ന ഗതികേടില്ല ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾക്കെന്ന് വെച്ചാൽ കുറച്ച് പേരുണ്ട് പിടിച്ചു നിൽക്കുന്നവർ, നമ്മുടെ കുടുംബമല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞാൽ സാറൊക്കെ ഞങ്ങളൊക്കെ അങ്ങനെ നിൽക്കുന്നവരാണ്. ഞങ്ങളുടെ കുടുംബമാണ്, ഞങ്ങൾക്ക് വിറ്റിട്ട് പോകാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ മാതാപിതാക്കൾ ഉറങ്ങിയ വീടും സ്ഥലവുമാണ്. അങ്ങനെയൊക്കെ കിടക്കുന്നവരാണ് കൂടുതൽ. അല്ലാതെ ചിന്തിക്കുന്നവരെല്ലാം പുറത്തോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞു കൂടിപ്പോകുന്നെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. പക്ഷേ ഞങ്ങളുടെ ഈ അവസ്ഥ സർക്കാരിന് നിരന്തരം ഞങ്ങൾ കൊടുത്തു. ഇവിടെ സെറാമിക്സിൻ്റെ അടുത്ത് നവകേരളത്തിൽ അവിടെ കൊണ്ടുപോയി കൊടുത്തു. ഉടനെ പരിഹാരം ഉണ്ടാവാമെന്ന് പറഞ്ഞു. പിന്നെ മുഖാമുഖം പരിപാടിയിൽ ഞാനാണ് ഇവിടെ അവർക്കൊക്കെ പല കാര്യങ്ങളായതുകൊണ്ട് ഞാൻ തനിച്ചിവിടുന്ന് എറണാകുളത്ത് പോയി അവിടെ കൊടുത്തു. അതിൻ്റെ മറുപടി വന്നിട്ടുണ്ട്, ഉടൻ നിങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താം. നിരന്തരം ഞങ്ങൾ അസോസിയേഷൻ ഇപ്പോഴത്തെ നിലവിലുള്ള സെക്രട്ടറിയാണ് ശ്രീമാൻ ശിവരാജൻ. ഇപ്പം നിയുക്ത പ്രസിഡൻ്റാണ് വിമല ജെർമ്യാസ്. ഇത് ഞങ്ങളുടെ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന മുൻ സെക്രട്ടറിയും, അതായത് അസോസിയേഷൻ തുടങ്ങിയ കാലം മുതൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഒരു സാറാണ്. സാറ് ബാങ്കിൽ റിട്ടയർഡ് ഹാൻഡാണ്. സാറിൻ്റെ പേര് പയസ് സാർ. ഇപ്പോൾ സാറിനാണെങ്കിൽ കൂടുതൽ ഇൻവോൾവ് ആവാൻ പറ്റാത്ത കാര്യം പള്ളിയിലെ കൈക്കാര്യം കൂടിയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കിതിന് പരിഹാരം സർക്കാർ കണ്ടെത്തിയേ പറ്റൂ. ഇവിടെ കുണ്ട്രി ഒരു ബസ് ഡിപ്പോ വരുന്നെന്ന് പറഞ്ഞു, സ്ഥലമില്ലാതെ കിടന്ന് ഓടുന്നെന്ന് പറഞ്ഞു. ദേ കിടക്കുന്നു FSCTയുടെ ഇത്രയും സ്ഥലങ്ങൾ. നല്ലൊരു ഏരിയ അല്ലേ, ബസ് ഡിപ്പോ വരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംരംഭങ്ങൾ, വ്യവസായ സംരംഭങ്ങൾ വരാം, അല്ലെങ്കിൽ ഒരു സ്കൂളോ കോളേജോ എന്തെങ്കിലും ഒക്കെ നമുക്ക് സർക്കാർ വിചാരിച്ചാൽ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മളിത് ചൂണ്ടിക്കാണിക്കാനേ പറ്റൂ. അല്ലാതെ നമുക്ക് കയറി ഇത്, അല്ലെങ്കിൽ നമ്മൾ കയറി കയ്യേറാം. അങ്ങനെയാണെങ്കിൽ പറഞ്ഞാൽ മതി. ഞങ്ങൾ വീടുകൾ ഒന്നുമില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. ലൈഫിന് തന്നെ അപേക്ഷിച്ചിട്ട് കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അവർ കയറി 10 പേര് വീട് വെച്ച് താമസിക്കട്ടെ.
ഉടൻ തന്നെ ഇതിനൊരു പരിഹാരമാർഗം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാരെയും കൂടെ സംഘടിപ്പിച്ച് ഞങ്ങൾ ഒരു അവസാനിക്കാത്ത സമരം ഞങ്ങളിവിടെ ചെയ്യും. റോഡിൽ ഞങ്ങൾ വാഹനങ്ങൾ തടയും, കേസാക്കിക്കോട്ടെ, വാഹനങ്ങൾ തടയും. ആകെ ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വേസ്റ്റിൻ്റെ കാര്യത്തിലും ഇത്രയും ഇവിടെ ഈ ക്വാർട്ടേഴ്സ്, ഇത് FST ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇത് പൊതുവെ പറഞ്ഞപ്പം ഇത് ഒരുപാട് പേര് കാണുന്നുണ്ടാവും, അവർക്കിതിനെപ്പറ്റി നല്ല ഗ്രാഹ്യം കാണത്തില്ല. ഇങ്ങനെ കിടക്കുന്നു. ഈ കച്ചേരിമുക്ക് മുതൽ ക്രിസ്തുരാജ ജംഗ്ഷൻ വരെ, അതായത് അവിടെ ഒരു ഗ്രൗണ്ട് വരെ ഇത്രയും സ്ഥലത്തായിട്ട് 56 ഏക്കർ നിരന്ന് കിടക്കുക. ഇതിനിടയ്ക്ക് അകത്തോട്ട് പോകാൻ ഈ 2 വഴിയുണ്ട്. പിന്നെ ഞങ്ങളുടെയൊക്കെ സ്വകാര്യ വസ്തുക്കളാണ് ബാക്കിലോട്ട്. അപ്പം ഇത്രയും ഭാഗം കിടക്കുന്നിടത്ത് ഇപ്പം ആകെ പ്രവർത്തനമുള്ളത് ഹാലിൻഡിൻ്റെ അകത്ത് 1 യൂണിറ്റോ 2 യൂണിറ്റോ എത്രയെന്ന് അന്വേഷിച്ചാൽ അറിയാം, അത് ഉണ്ട്. പിന്നെ അവിടെ പിന്നെ അലിൻ്റെ സബ് തന്നെയാണ് സ്റ്റീൽ വയർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ. അവിടെ ഇങ്ങനെ സെക്യൂരിറ്റികളൊക്കെ ഇങ്ങനെ അവിടെ ഒരു ഇതുപോലെ ഇതിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്, അല്ലാതെ അവിടെ പണിയുണ്ടോയെന്ന് നമുക്കറിയത്തില്ല. അവിടെയും അങ്ങ് ഇടുങ്ങി ഞങ്ങൾ നടപ്പാത പോലും ഇല്ലാതെ ഞങ്ങൾ ഇതെല്ലാം കെട്ടി അടച്ചു വെച്ചേക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വാഹനങ്ങൾ ഒന്നാതെ ഇപ്പോൾ ഭയങ്കര ട്രാഫിക്കുള്ളിടത്ത് നടന്നു പോയാൽ പലപ്പോഴും നമ്മളെ വണ്ടികൾ തട്ടിയിട്ടാണ് പോകുന്നത്. അപ്പം ഇതിനൊക്കെ ഉടനടി ഇതിൻ്റെ അധികാരികൾ, ഇത് ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ളവർ ഇത് ശ്രദ്ധയിൽപ്പെട്ട്, ഞങ്ങൾ പലപ്പോഴും ഇപ്പോൾ ചോദിക്കാതിരിക്കും റിട്ടേൺ തരാത്ത എന്തെന്ന്, ഞങ്ങൾ ഒരുപാട് റിട്ടേൺ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് അധികാരികൾ, ത്രിതല പഞ്ചായത്തായാലും സർക്കാരായാലും ആരായാലും ഞങ്ങൾക്കിത് ചെയ്ത് ഞങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്നുള്ള ഒരു അപേക്ഷയാണ് എടക്കര നഗർ റെസിഡൻസ് അസോസിയേഷന് വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. നിങ്ങളിത് കാണുക, നിങ്ങൾ വിലയിരുത്തുക, നിങ്ങളിതിന് കമൻ്റ് ഇടുക. എന്തായാലും നമുക്ക് ഇത് നടന്നു കിട്ടണം. ഓക്കെ അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. അക്ഷരോത്സവങ്ങൾ കുട്ടികളെ ഉൾക്കരുത്തുള്ളവരാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. അക്ഷരോത്സവങ്ങൾ പോലെ സാഹിത്യവും കലയും സംസ്കാരവും ഉയർത്തുന്ന പരിപാടികൾ കുട്ടികളെ ഉൾക്കരുത്തുള്ളവരാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച ജില്ലാതല അക്ഷരോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇളമ്പള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് SP അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോവൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ P ഉഷാകുമാരി, L പത്മകുമാർ, കൊല്ലം താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് N ഷൺമുഖദാസ്, വാർഡംഗം CM സൈഫുദ്ദീൻ, ഇളമ്പള്ളൂർ SNSM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ B അനിൽകുമാർ, S മണികണ്ഠൻ പിള്ള എന്നിവർ സംസാരിച്ചു. അക്ഷരോത്സവം രാവിലെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം C ബാലുവിൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി D സുകേശൻ, കുമാരി സഞ്ജൽ, G സുശീല, N തുളസീദാസൻ പിള്ള, CR രാധാകൃഷ്ണപിള്ള, M സലീം, G വേലായുധൻ എന്നിവർ സംസാരിച്ചു. അവരതിൻ്റെ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. തീർച്ചയായിട്ടും ഇവിടെ ഇത്തരത്തിലുള്ളൊരു കലോത്സവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് മറ്റൊരു ജില്ലയിൽ നിന്നാണ്. എനിക്ക് സമയമില്ലാഞ്ഞിട്ട് പോലും ഏതാണ് നാളത്തെ ഉത്തമ പൗരന്മാരായി നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് അവർ ഉയർന്നു വരുന്നു എന്ന അഭിമാന പുരസ്സരം നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന കലാവാസനകളെ, കായിക വാസനകളെ, സാംസ്കാരികപരമായി അതിൽ ഉറങ്ങിക്കിടക്കുന്ന നമുക്കറിയാം നല്ല എഴുത്തുകാരെ ഉൾപ്പെടെ സൃഷ്ടിക്കുവാൻ നമ്മുടെ ഈ ബാലകലോത്സവത്തിന് കഴിയുന്നു എന്ന അഭിമാന പുരസ്സരം നമുക്ക് പറയുവാൻ പറ്റും. ഇന്ന് പല കുട്ടികളും
ഈ കലോത്സവങ്ങളിൽ പോലും പങ്കെടുക്കുവാൻ അവർക്ക് അവസരം കിട്ടുന്നത് അവർ തൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളിലൂടെ ഇത്തരത്തിലുള്ള കലോത്സവങ്ങളിൽ പങ്കെടുത്ത് കിട്ടുന്ന ആ അഭിനയ വൈഭവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാൻ സാധിക്കും. ഇപ്പം കഥാപ്രസംഗം എടുത്ത് പരിശോധിക്കുമ്പോഴും നാടകങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും അവരുടെ കലാപ്രകടനങ്ങൾ വ്യത്യസ്ത ഇനത്തിലുള്ള എടുത്ത് പരിശോധിക്കുമ്പോഴും അതൊക്കെ ഇത്തരത്തിലുള്ള ലൈബ്രറി പ്രസ്ഥാനങ്ങളിലൂടെ ഉയർന്നു വന്ന കുട്ടികളാണ് എന്ന അഭിമാന പുരസ്സരം നമുക്കെന്ത് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും. പലരും പ്രസംഗവേദിയിൽ തിളങ്ങുമ്പോഴും നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജില്ലയിലെ പല കലോത്സവങ്ങളിലും മുന്നോട്ട് വന്ന കുട്ടികൾ പലരും അത് വായനാ മത്സരത്തിലൂടെയായാലും മറ്റിതര മത്സരത്തിലൂടെയായാലും ഉയർന്നു വന്ന കുട്ടികളാണ് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. ഞാനത് എടുത്തു പറയാൻ കഴിഞ്ഞ ശിശുദിനം, കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നടപ്പിലാക്കുന്ന ശിശുദിനത്തിലൂടെ ആ ശിശുദിനത്തിൽ ഉയർന്നു വരുന്ന പ്രധാനമന്ത്രി എന്ന് അറിയപ്പെടുന്ന കൊച്ചുകുട്ടികളെയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അവരുടെയൊക്കെ പ്രസംഗങ്ങൾ കേട്ടാൽ എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാർ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളേക്കാളും വളരെ നിലവാരം പുലർത്തുന്ന പ്രസംഗങ്ങളിലേക്ക് ആ കുട്ടികൾ ഉയർന്നു വന്നിട്ടുണ്ട്. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴുമതിക്കാട്, ചൊവ്വള്ളൂർ. നാടകം റിപ്പബ്ലിക് ദിനാചരണം നടന്നു. ചെറുമൂട് ഗ്രന്ഥകേരളി ലൈബ്രറിയിൽ നടന്ന റിപ്പബ്ലിക് ദിനാചരണം ശിവൻ വേളിക്കാട് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ആർ രാധാകൃഷ്ണപിള്ള പതാക ഉയർത്തി. പ്രസന്നപിള്ള അധ്യക്ഷത വഹിച്ചു. ബി മോഹനചന്ദ്രൻ പിള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജി തുളസീധരൻ പിള്ള ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം നടത്തി. ജി ഉണ്ണികൃഷ്ണപിള്ള, അജയൻ, അംബികാകുമാരിയമ്മ, തുഷാര എന്നിവർ സംസാരിച്ചു. കുണ്ടറ പൗരസമിതിയുടെ നേതൃത്വത്തിൽ കുണ്ടറ മുക്കടയിൽ റിപ്പബ്ലിക് ദിനം ആചരിച്ചു. പൗരസമിതി പ്രസിഡന്റ് KO മാത്യു പണിക്കർ ദേശീയ പതാക ഉയർത്തി. സെക്രട്ടറി ശിവൻ വേളിക്കാട് അധ്യക്ഷത വഹിച്ചു. പത്രപ്രവർത്തകൻ സതീഷ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ഫെലിക്സ് മിരാൻഡ റിപ്പബ്ലിക് ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. A റഹീംകുട്ടി, B രാമചന്ദ്രൻ, S രാഘവൻ, കുണ്ടറ G ഗോപിനാഥ്, ഇടവട്ടം രാമചന്ദ്രൻപിള്ള, സരോവരം ശ്രീകുമാർ, B ശ്രീകുമാർ, അഡ്വക്കേറ്റ് ബാബു കുട്ടൻപിള്ള, B അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു. പുനക്കന്നൂർ മണ്ഡലം ജംഗ്ഷൻ മംഗളോദയം ഗ്രന്ഥശാലയുടെയും ബാലവേദിയുടെയും ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഭരണഘടനയെക്കുറിച്ച് പ്രശ്നോത്തരി, ദേശഭക്തി, ദേശീയഗാന മത്സരങ്ങൾ നടത്തി. റിപ്പബ്ലിക്കിന്റെ 75 വർഷങ്ങൾ, നേട്ടങ്ങളും കോട്ടങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. ഗ്രന്ഥശാല പ്രസിഡന്റ് J വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി N പ്രഭാകരൻപിള്ള, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K സതീശൻ, ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് രാജപ്പൻ കേരളപുരം, പ്രവീൺ ചന്ദ്രൻ, ശിശിര MS എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് ചുറ്റുമല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷം മണ്ഡലം പ്രസിഡന്റ് രാജു ലോറൻസ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി ബിജു ചുറ്റുമല അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോശി അലക്സ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് KG ലാലി, UDF ചെയർമാൻ സൈമൺ വർഗീസ്, ശ്രീജിത്ത് കൊടുവിള, ചന്ദ്രസേനൻ, ജയചന്ദ്രൻ, ജോയി വെള്ളാവിൽ, ഡാനിയൽ എന്നിവർ സംസാരിച്ചു. കുണ്ടറ YMA ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനം ആചരിച്ചു. സെക്രട്ടറി തോമസ് പണിക്കർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. പ്രസിഡന്റ് ജോസ് വൈ പതാക ഉയർത്തി. ബിജു വർഗീസ്, മുരളീധരൻപിള്ള, ഷാജി PM, ബഷീറം, ഷാരി ജോയി, രമ്യ ലിസി, മനോജ്, തോമസ് മത്തായി, അലക്സ് VI, അനിൽകുമാർ, മറിയാമ്മ വർഗീസ്, ചാക്കോ, ബേബിക്കുട്ടി, മണിയപ്പൻ എന്നിവർ സംസാരിച്ചു. മുളവന JMYMA ലൈബ്രറിയിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ലൈബ്രറി സെക്രട്ടറി മുളവന രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. പ്രസിഡന്റ് M ഗോപാലകൃഷ്ണൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അമ്പിളി, Y സുരേഷ് എന്നിവർ സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കലാജാഥയെ സ്വീകരിക്കുന്നതിന്റെ അനുബന്ധ പരിപാടിയായി ചെറുമൂട് നവധാര ലൈബ്രറിയിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം P ജഗന്നാഥൻ ഉദ്ഘാടനം ചെയ്തു. ശിവൻ വേളിക്കാട് അധ്യക്ഷത വഹിച്ചു. V യേശുദാസൻ, B ശ്രീകുമാർ, കിഷോർ, MB മധുപാൽ, G സോമശേഖരൻപിള്ള, സുജാതൻ സെബാസ്റ്റ്യൻ, B സന്തോഷ് കുമാർ, C ശിവശങ്കരപിള്ള എന്നിവർ സംസാരിച്ചു.
കാലങ്ങളിലും മനുഷ്യരെ മുന്നോട്ട് നയിക്കാനായി നാവ് ആയുധമാക്കിയവരെയെല്ലാം ഭരണാധികാരികൾ കൊന്നു കുഴിച്ചു മൂടുകയോ കത്തിച്ചു കളയുകയോ ചെയ്തിട്ടുണ്ട്. സോക്രട്ടീസും ഈ ഗണത്തിൽപ്പെട്ട മനുഷ്യസ്നേഹിയായിരുന്നു. സോക്രട്ടീസിന് മരണശിക്ഷ വിധിക്കപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കാം? ഇതിന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് എത്തിനോക്കാം. മഹാനായ ചിന്തകനായിരുന്നു സോക്രട്ടീസ്. അദ്ദേഹം സ്വന്തമായി കൃതികളൊന്നും എഴുതിയിട്ടില്ല. പ്ലേറ്റോയുടെ ഗുരുനാഥനായിരുന്നു സോക്രട്ടീസ്. മറ്റുള്ളവരുടെ, പ്രത്യേകിച്ചും പ്ലേറ്റോയുടെ കൃതികളിലൂടെ മാത്രമേ സോക്രട്ടീസിന്റെ കാഴ്ചപ്പാടുകളെ പറ്റി നമുക്ക് പഠിക്കാനാകൂ. തുറന്ന മനസ്സോടെ ചുറ്റും കാണുന്ന എന്തിനേയും ചോദ്യം ചെയ്യുക, അതിലൂടെ അറിവ് നേടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. വിജ്ഞാനത്തിൽ നിന്നു മാത്രമേ നന്മയുണ്ടാകുകയുള്ളൂ എന്ന് മനുഷ്യർ വ്യക്തമായി സ്വയം അറിഞ്ഞിരിക്കണമെന്നും അദ്ദേഹം വിശ്വസിച്ചു. എങ്കിലും സമൂഹത്തെ തിന്മയിലേക്ക് നയിക്കുന്നു എന്ന കുറ്റം ചുമത്തി BC 399 ഭരണാധികാരികൾ അദ്ദേഹത്തെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. ജീവിതത്തെ നേരിട്ടതുപോലെ തന്നെ അല്പവും പതരാതെ അദ്ദേഹം മരണത്തെ സ്വീകരിച്ചു. എന്തിനേയും ചോദ്യം ചെയ്യുന്ന സ്വഭാവം കാരണം വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. സ്വന്തം അഭിപ്രായങ്ങളും വാദഗതികളും ഖണ്ഡിക്കപ്പെടുന്നതിന് ഇഷ്ടപ്പെടുന്നവർ ചുരുക്കമാണല്ലോ. തന്മൂലം വളരെയേറെ ശത്രുക്കൾ അദ്ദേഹത്തിനുണ്ടായി. അതുകൊണ്ടാണ് സോക്രട്ടീസിന് വിഷം കഴിച്ചു മരിക്കാനുള്ള വിധി നേരിടേണ്ടി വന്നത്. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയിട്ടുള്ള 14 ഹ്രസ്വ ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. 6 മുതൽ ഗർഭപാത്രം വരെയുള്ള സിനിമകൾ, നിങ്ങൾ ആ സിനിമകൾ കാണണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. കണ്ടവരെല്ലാം ആ സിനിമയെ ലൈക്ക് ചെയ്യുകയും അതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് ഒരു കമൻറ്റ് ഇടുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ ലൈല ക്രിയേഷൻസിൻ്റെ സെക്കൻഡ് എഡിഷൻ, ഒരു മാസം ഒരു സിനിമ എന്ന സ്വപ്നത്തിൻ്റെ ആദ്യത്തെ വിജയം ഞങ്ങൾക്ക് വലിയ സന്തോഷവും ആവേശവും തന്നിട്ടുണ്ട്. ഞങ്ങളോടൊപ്പം നിന്ന മുഴുവൻ പേരെയും ഞങ്ങൾ ഇത്തരണത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അതിൻ്റെ 2ാമത്തെ എഡീഷൻ്റെ ആദ്യ ചിത്രമായിരുന്നു ഗർഭപാത്രം. ഇനിയും ഈ വർഷം 11 ചിത്രങ്ങൾ കൂടി പൂർത്തിയാക്കാനുണ്ട്. ഈ 11 ചിത്രങ്ങളിലേക്ക് കൂടി ഞങ്ങൾ പുതിയ അഭിനേതാക്കളെ തേടുകയാണ്. നിങ്ങളിൽ അത് വീട്ടമ്മമാരാകട്ടെ, വിദ്യാർത്ഥികളാവട്ടെ, തൊഴിലാളികളാവട്ടെ, ആരാകട്ടെ, എല്ലാവർക്കും ഞങ്ങളുടെ സിനിമയിൽ ഏത് പ്രായക്കാർക്കും അഭിനയിക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പേരുകളും വിലാസങ്ങളും അഭിനയിക്കാൻ താല്പര്യമുള്ളവരെല്ലാം എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വ്യക്തിപരമായി നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. നമ്പർ 94 47 11 99 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.